യുവവാണി. നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ യുവ ഗവേഷകയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോ എന്ന സംഘടനയുടെ സ്ഥാപകയായ ശ്രീചന്ദ്രയുമായി അലോക് രാജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. ഹലോ ശ്രീചന്ദ്ര. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി? തീർച്ചയായും. എന്റെ പേര് ശ്രീചന്ദ്ര. ഞാനിവിടെ മഴുതക്കാട് വിമൻസ് കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയാണ്. ഡോക്ടർ സിതാര ബാലനാണ് എന്റെ റിസർച്ച് ഗൈഡ്. ഞാനിവിടെ റിസർച്ച് ചെയ്യുന്ന വിഷയം എന്നത് കാലാവസ്ഥാ വ്യതിയാനം കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് എങ്ങനെ ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് തീരദേശ മേഖലയിലുള്ള ആളുകളിലെ കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട അവരുടെ നിലവിലുള്ള അറിവ്, അവരുടെ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, അവരുടെ റെസീലിയൻസ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്രെയിംവർക്ക് രൂപീകരിക്കുക എന്നുള്ളതാണ് എന്റെ ഗവേഷണ വിഷയം. അപ്പോൾ അതിൽ ഞാൻ വർക്ക് ചെയ്ത് വരികയാണ്. ഏകദേശം ഒരു കംപ്ലീഷൻ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോഴാണോ ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങാനൊക്കെ കഴിഞ്ഞത്? അതെ, ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ എന്റെ ഗവേഷണ വിഷയത്തിൽ വന്ന ഒരു ആശയമാണ്. അതായത് ആളുകളിലേക്ക് കൃത്യമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റ്, ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനകത്ത് ഒരു ലോക്കൽ ആക്ഷൻ ടീമിനെ രൂപീകരിച്ചുകൊണ്ടാണ് പിന്നീടുള്ള പരിപാടികൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ലോക്കൽ ആക്ഷൻ ടീമിനെ രൂപീകരിക്കുക എന്ന് പറയുന്നത് തീരദേശ മേഖലയിൽ തന്നെയുള്ള യുവാക്കളും പിന്നെ വിദ്യാർത്ഥികളുമാണ് അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ ഒരു PhD ഗവേഷണം എന്നൊക്കെ പറയുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് നിൽക്കുന്ന ഒരു പരിപാടിയായിട്ടൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനെ ജനങ്ങളിലേക്ക് ഒന്നുകൂടെ ഒരു ലാസ്റ്റ് മൈൽ എഫേർട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുവരാൻ കാണിച്ച ആ ഇനിഷ്യേറ്റീവിന് ബിഗ് കൺഗ്രാറ്റ്സ്. പിന്നെ ഈ ആക്ഷൻ ഫോർ ദ ക്ലൈമറ്റ് ടുമോറോ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിൽ ടുമോറോ എന്നത് വളരെ പ്രസക്തമായി എടുത്തു നിൽക്കുന്നത് പോലെ തോന്നുന്നു. എന്തുകൊണ്ട് ടുമോറോ? എന്തുകൊണ്ട് നോട്ട് ടുഡേ? നമ്മള് ആളുകളോട് അവരുടെ പലതരത്തിലുള്ള ജീവിത ശൈലിയിലുള്ള വ്യത്യാസങ്ങളാണ് ഞങ്ങൾ ശരിക്കും ഇതിനകത്ത് ഇൻസിസ്റ്റ് ചെയ്ത് പറയുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ കൺവീനിയൻസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അത് ആലോചിച്ച് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും മറന്നുപോകും. അപ്പോൾ ടുമോറോ എന്നതുകൊണ്ട് ഇപ്പൊ ഇന്ന് തന്നെ ചിലപ്പോൾ ഒരാൾക്കും മാറാൻ പറ്റണം എന്നില്ല. അപ്പോൾ മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫലം നാളെയിലായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ. ഈ ആക്ട് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഒരു ക്ലൈമറ്റ് കമ്മ്യൂണിക്കേഷൻ ഫ്രെയിംവർക്ക് രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫ്രെയിംവർക്ക് നമുക്ക് രൂപീകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് നല്ല രീതിക്കുള്ള ഇമ്പാക്ട് തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ACT സ്റ്റാർട്ട് ചെയ്യുന്നതും അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ലോക്കൽ ആക്ഷൻ ടീം രൂപീകരിക്കുന്നത്. ഈ ലോക്കൽ ആക്ഷൻ ടീം രൂപീകരിച്ചിട്ട് ഒരു 3 മാസക്കാലം അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പരിപാടികൾ നിരന്തരം കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് വരുന്ന ഒരു മാസത്തിൽ അവരുടേതായ കുറച്ച്, അതായത് ഇതിനകത്ത് ഭാഗമായിട്ടുള്ള ലോക്കൽ ആക്ഷൻ ടീമിന്റെ ഭാഗമായിട്ടുള്ള കുട്ടികളും യുവാക്കളും അവരുടേതായ കുറച്ച് പ്രോഗ്രാംസ്, അത് ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും കുറെ അധികം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള മെസ്സേജ് ഏറ്റവും ഇഫക്റ്റീവായിട്ടും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലും എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ലോക്കൽ ആക്ഷൻ ടീം ഫോക്കസ് ചെയ്തിരുന്നത്. ACTയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഒരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ട്. അവിടെ നമ്മൾ കുറച്ച് കണ്ടന്റ്സും കാര്യങ്ങളും ഒക്കെ ഇടാറുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂൾ, കോളേജുകൾ അതൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്റർവെൻഷൻ പ്രോഗ്രാംസും പിന്നെ ക്യാമ്പുകളിലൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ ഒരു എന്താണ് പറയുന്നത്, ഇപ്പൊ ഇന്നത്തെ കാലത്ത് കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു അവബോധം വേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് സ്ഥലത്തുനിന്ന്, അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല അല്ലാതെ മറ്റ് ഏതൊരു വേദിയിലും നമ്മുടെ ലോക്കൽ ആക്ഷൻ ടീമിലെ കുട്ടികളെയൊക്കെ വിളിച്ച് അവര് അതൊരു ചർച്ചയാക്കി മാറ്റാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അത്തരത്തിലാണ് ഇപ്പൊ പ്രവർത്തനം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ പരീക്ഷണാടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ വളരെ ഒരു ചെറിയ രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് വന്നത്. പക്ഷെ ഇതിന് അനന്തമായ സാധ്യതയുണ്ട് എന്നുള്ളത് മുന്നിൽ കാണുന്ന ഒരു കാര്യമാണ്. വണ്ടർഫുൾ. അപ്പോൾ
എവിടെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? കേരളത്തിലാണോ അതോ കേരളത്തിന്റെ സ്പെസിഫിക് ആയ ഏതെങ്കിലും സ്ഥലത്താണോ? എന്റെ ഗവേഷണം സ്ട്രെസ് ചെയ്യുന്നത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, അതായത് കേരളത്തിന്റെ സൗത്ത് പോർഷനിലാണ്. ഇപ്പൊ നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ് എല്ലാം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ കേന്ദ്രീകരിച്ചിട്ടാണ് നടന്നത്. എന്തുകൊണ്ടാണ് ആ 3 സ്ഥലങ്ങൾ ചൂസ് ചെയ്തത്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ആക്ച്വലി നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് വൾണറബിലിറ്റി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ പോപ്പുലേഷൻ വൈസ് നോക്കുകയാണെങ്കിലും ഒക്കെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരുപാട് ഇമ്പാക്ട്സ് ഒരുപാട് ബാധിക്കുന്ന പ്രദേശങ്ങളാണ്. പിന്നെ നമുക്ക് ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്കൊരു വലിയ ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്ത് ആണെങ്കിലും നമുക്ക് ഒരിക്കലും സ്റ്റഡി പൂർത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സദേൺ പോർഷൻ ഫോക്കസ് ചെയ്തത്. സൗത്ത് കേരള വൾണറബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലമായിട്ട് കാണുന്ന ഒരു സാധനമാണ്. ഈ ശംഖുമുഖത്തെ ബീച്ചിൽ ഉണ്ടാകുന്ന കടലാക്രമണമാണെങ്കിലും അന്ധകാരനഴി പോലെയുള്ള സ്ഥലങ്ങളിൽ മൺസൂൺ ഉണ്ടാകുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണെങ്കിലും ആലപ്പുഴയിലെ അർത്തുങ്കൽ, കാട്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത് നമ്മൾ സ്ഥിരമായിട്ട് പത്രത്തിൽ വായിക്കുന്നതാണ്. ഇത് കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രശ്നമല്ലേ? അല്ലെങ്കിൽ ഇത്രയും നാളും ആൾക്കാർ ഇതേ പ്രശ്നങ്ങളിലൂടെ വർഷത്തിൽ 2-3 പ്രാവശ്യം കടന്നു പോയിട്ട് പോലും ഇത് നമുക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആൾക്കാരോട് പറ്റാത്തതിന്റെ കാരണം എന്താണ്? അത് ഒരു ചാലഞ്ചായിട്ട് റിസർച്ചിൽ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? അതെ, ആ ചലഞ്ച് മനസ്സിലാക്കിയിട്ടാണ് ഇത് റിസർച്ച് വിഷയമായിട്ട് എടുക്കാൻ തന്നെ കാരണം. അതിൽ പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് 2 തരത്തിലുള്ള ആളുകളുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രധാനമായിട്ട് നമ്മുടെ തീരദേശ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ, അതോടൊപ്പം ഇവരുടെ പ്രധാനപ്പെട്ട പദ്ധതികളും മറ്റു കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്ന അധികാരികൾ. അപ്പോൾ ഞാൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ തീരദേശത്തുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വളരെ ബേസിക്കലി ആദ്യത്തെ കുറച്ച് കോൺവെർസേഷനിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് പദ്ധതികൾ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ആയാലും അതാത് ജില്ലകളിലെ DDMA ഒക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അവർ പദ്ധതികൾ ഒരുപാട് നടപ്പിലാക്കുന്നുമുണ്ട്. അതേസമയം ആളുകൾ പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി അറിയുന്നില്ല. അറിഞ്ഞാൽ തന്നെ ഇത് നമ്മുടെ പരിപാടിയാണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു കൃത്യമായ ഒരു ധാരണയോടെ അവർക്ക് അവിടെ പോകാനും പറ്റാറില്ല. അതിനൊരു റീസൺ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഇപ്പോഴും ഒരു പരാതിയായിട്ട് പറയുന്നത്, ഞങ്ങൾ ഇത്രയും സെഷൻസ് ഞങ്ങൾ പ്ലാൻ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തു, പക്ഷെ ഇവിടെ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്, ഇത്ര പേര് വരുന്നില്ല. അതേസമയം നമ്മൾ ആളുകളുടെ അടുത്ത് പോകുമ്പോൾ നമുക്കറിയാം, കടലോര പ്രദേശത്ത് നമുക്കൊരു കാലാവസ്ഥയെ വളരെയധികം ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ജോലിയും ജീവിത രീതിയും ഒക്കെ നിലനിൽക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മുടെ ജോലിക്ക് പോയി തിരിച്ച് വന്ന് തളർന്ന് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന ടൈമിലായിരിക്കാം ചിലപ്പോൾ അവിടെ ഒരു പരിപാടി വെക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ പോകണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുക, അല്ലെങ്കിൽ എനിക്ക് അത് അത്രയും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് അവർക്ക് തോന്നുന്ന രീതിയിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റണം എന്നില്ല. പിന്നെ ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളിൽ ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇല്ല എന്നുള്ളതും ഒരു പരാതിയായിട്ട് അവർ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് അവരേതോ വലിയ ആൾക്കാർ നമ്മുടെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളത് തീരദേശത്തുള്ള ആളുകൾക്കും, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് പക്ഷെ അവർ നമ്മളോട് സഹകരിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഇപ്പുറത്തെ സൈഡിലും വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നത് ശരിക്കും അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഇവർ രണ്ടുപേരും രണ്ടല്ല, നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് മനസ്സിലായി. അപ്പോൾ അത് ബ്രിഡ്ജ് ചെയ്യാൻ തന്നെയാണ് ശരിക്കും എൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ട് ഞാൻ ശ്രമിക്കുന്നത്. അത് എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം, എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് ശരിക്കും ഞാൻ റിസർച്ച് ചെയ്യുന്ന ഒരു ഏരിയയും. അത് നല്ല ഒരു ഇൻസൈറ്റ് ആയിരുന്നു. ഈ ഐഡിയാസ് ഒക്കെ ഇങ്ങനെ ക്രിസ്റ്റലൈസ് ആയി വരുന്ന ഒരു സമയമാണല്ലോ. തീരദേശ മേഖലയിൽ വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് അനുഭവിക്കുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് മനസ്സിലാക്കിയത്. പല സ്ഥലങ്ങളിലും പല രീതിക്കുള്ള ചലഞ്ചസ് കണ്ടിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം ആളുകൾക്ക് കൃത്യമായ ധാരണ ഇല്ല എന്നുള്ളതാണ്. എന്തൊക്കെയോ കാലാവസ്ഥ വ്യതിയാനം ഉണ്ട്, അതൊക്കെ അവർക്ക് അറിയാം. ഇപ്പോൾ കടലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, പഴയതുപോലെ അല്ല ഇപ്പോൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാം. പക്ഷെ അത് എങ്ങനെ, എന്തുകൊണ്ട് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞു വരുന്ന എല്ലാ ആളുകളെ അവർക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പല സമയത്തും ഇവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിവിധി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രശ്നങ്ങളെ നമുക്ക് ഇങ്ങനെ നേരിടാം എന്ന് പറഞ്ഞ് ചോദ്യമായിട്ട് വരുമ്പോൾ അതിന് ഉത്തരമായിട്ട് പറയുന്ന അവരുടെ റീലൊക്കേഷൻ ആണ്. അത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കോസ്റ്റൽ ഏരിയയിൽ അല്ലെങ്കിൽ അവിടെ വേറൊരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാവണം എന്നില്ല. പക്ഷെ കടലുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് റീലൊക്കേഷൻ എപ്പോഴും അവർക്ക് അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവർ മുന്നോട്ട് പറയുന്നത്. ഒന്നുകിൽ അതോറിറ്റിക്ക് അവരെ അത് കൃത്യമായി കൺവിൻസ് ചെയ്യാൻ പറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് പ്രോപ്പറായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്യാൻ പറ്റണം. ഇത് രണ്ടും നടക്കുന്നത് വളരെ ചുരുങ്ങിയിട്ടാണ്. ഇൻ കേസ് അവർ ഒരു ഓൾട്ടർനേറ്റീവ് അക്സെപ്റ്റ് ചെയ്ത് പോയാൽ പോലും, ഇപ്പോൾ മേ ബി പുനർഗേഹം പദ്ധതിയൊക്കെ ഒരുപാട് ആളുകൾ വളരെയധികം റെസിസ്റ്റൻസ് കാണിക്കുന്നത് ഈ ഒരു ബുദ്ധിമുട്ട് കാരണമാണ്. പോയാൽ പോലും
പോലും ഇപ്പോൾ ഫ്ലാറ്റ് പോലുള്ള കാര്യങ്ങളിലോട്ടാണ് അവർ പോകുന്നെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒന്നും ജീവിച്ച് വലിയ പരിചയമില്ല. അവിടെ വരുന്ന ഓരോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ഇതിനേക്കാളും ഭേദം ഞങ്ങൾ അവിടെ താമസിക്കുന്നതായിരുന്നു എന്ന് തന്നെ പിന്നെയും പിന്നെ അവരുടെ മനസ്സിൽ ഉറക്കുന്ന പോലത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനകത്തും കുറച്ച് പ്ലാനിങ്ങിന്റെ അപാകതകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ നാച്ചുറലി ഉള്ള കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച്. കാലാവസ്ഥാ വ്യതിയാനം തടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞാൽ പോലും മുന്നേ ചെയ്തതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ഒരു നമ്മൾ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സൈക്ലോൺ വന്നു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും അവരുടെ പ്രയോറിറ്റി അതിന് പോകും, അല്ലാതെ നമ്മുടെ ഡെയിലി ചെയ്യുന്ന കുറെ കാര്യങ്ങളിലോട്ട് പോകണം എന്നില്ല. അപ്പോൾ ഈ വരുന്ന കാലാവസ്ഥാ വ്യതിയാനമായിട്ട് കാരണം വരുന്ന കുറെ കാര്യങ്ങളാണ് ഫസ്റ്റ് ചലഞ്ച്. രണ്ടാമത്തെ ചലഞ്ച്, അവർക്ക് ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ അത് എങ്ങനെ നേരിടണം എന്നറിയില്ല. ഇപ്പൊ പല സമയത്ത് നമ്മൾ കേരളത്തിൽ തന്നെ ഒരിക്കൽ പ്രളയം വന്നുല്ലോ, അല്ലെങ്കിൽ ഓഖി വന്നു. അപ്പോൾ ഓഖി വരുന്ന സമയത്തൊന്നും ആളുകൾക്ക് അന്ന് അറിയില്ലായിരുന്നു ഇത്തരത്തിലൊരു സാഹചര്യം വന്നാൽ ഞാൻ അത് എങ്ങനെയാണ് നേരിടേണ്ടത്. ഇപ്പൊ കടൽ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് പോലും ഇപ്പോഴും ഒരു എല്ലാവരുടെ വീട്ടിലും ഈ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസാസ്റ്റർ ടൂൾ കിറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് അവർ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഞാൻ നേരിടണം എന്നുള്ളതിനെ പറ്റി അവർക്കൊരു ധാരണയില്ല. മേ ബി ഒരു ആഫ്റ്റർ ഡിസാസ്റ്റർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കൂടുതലും നമ്മുടെ നാട്ടിലായാലും ഫോക്കസ് വരിക. ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് നടക്കും. പക്ഷെ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപും ദുരന്തം നടക്കുന്ന ടൈമിലും എന്ത് എങ്ങനെ എന്നുള്ളതിനെ പറ്റി എപ്പോഴും ഒരു വേവലാതി അങ്കലാപ്പും ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് എപ്പോഴും കാണുന്നത്. ആ ഒരു കാര്യത്തിനകത്തുള്ള അവരുടെ കൃത്യമായ ഒരു ധാരണ ഇല്ലായ്മ ഒരു വലിയ ചലഞ്ചാണ്. ഇത് ഞാൻ എങ്ങനെ നേരിടണം എന്നുള്ളത് അവർക്ക് ഇപ്പോഴും ഒരു ബോധ്യമില്ല എന്നുള്ള ഒരു സംഭവം. അതിന് ചിലപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ചിലപ്പോൾ നമ്മുടെ അതോറിറ്റിയുടെ കയ്യിൽ കാണുമായിരിക്കാം. അത് അവരിലോട്ട് എത്തുന്നത് വളരെ കുറവാണ്. എനിക്ക് അതിനോട് ഒരു അനുബന്ധ ചോദ്യം ചോദിക്കാനുള്ളത്, ഒരു പരിസ്ഥിതിലോല പ്രദേശത്ത് ഒരുപാട് കാലം ജീവിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റീസിന് ഒരു പരിചയം ഇതിനോട് ഡെവലപ്പ് ചെയ്യുമല്ലോ. ആ പരിചയം നമ്മൾ മുന്നോട്ട് കാണുന്ന ത്രെറ്റ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായി ശ്രീചന്ദനയ്ക്ക് എപ്പോഴെങ്കിലും ഈ ഫീൽഡ് വർക്കിനിടയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഞാനൊക്കെ ഒരു മലയോര പ്രദേശത്ത് ആണ് താമസിക്കുന്നത്. എനിക്ക് കടൽ എപ്പോഴും ഒരു അത്ഭുതവും എന്നാൽ അതേസമയം നമുക്ക് കുറച്ച് പേടിയും തരുന്നൊരു കാര്യമാണ്. പക്ഷെ അവർക്ക് കടലിനെ പേടിയില്ല. അവരെന്നും കാണുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ അവർ കടലിന്റെ ഉൾക്കടലിൽ പോയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കടലിനെ പേടിയില്ല. എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴും ആ വരുന്ന സമയത്താണ് അവർ തിരിച്ചറിയുന്നത് ഇത് ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത്. അതെങ്ങനെ നേരിടണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കറിയാം. പ്രളയം വന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നത്. കാരണം അവർക്ക് വെള്ളത്തിനെ പേടിയില്ല, അവർക്ക് വെള്ളം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയാം. മേ ബി നമ്മുടെ അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരാളെക്കാളും സ്കിൽഫുൾ ആയിട്ട് ഒരു ഡിസാസ്റ്റർ ഇവന്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഇവരായിരിക്കാം. മത്സ്യത്തൊഴിലാളികളിൽ മാത്രമല്ലല്ലോ, അവിടെ കുടുംബത്തിലുള്ള ആളുകളുണ്ട്, മറ്റ് ആളുകളുണ്ട്. ഇവരെയൊക്കെ സംബന്ധിച്ച് എനിക്കും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അവർക്കില്ല. അല്ലെങ്കിൽ ഇത് നാളെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും എന്നുള്ളതിനെ പറ്റി അവർ അന്നുള്ള കാര്യങ്ങളെ പറ്റി മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ പിന്നെ നാളത്തെ കാര്യം, അങ്ങനത്തെ ഒരു ചിന്താഗതിയിലാണ് അവർ. നമുക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെയാണ് അവർ വർഷങ്ങളായി ജീവിച്ചു വരുന്നത്. പിന്നെ നമ്മൾ ഒരു പരിധി വരെ കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കുറവായിരുന്നു. ഇപ്പോൾ ഒരു ചുഴലിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മേ ബി ഒരു വർഷം 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനത്തെ ഒരു ഇവന്റ് വരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഒരു വർഷത്തെ നമുക്ക് 3-4 പ്രാവശ്യം ഇത്തരത്തിലുള്ള ഇവന്റ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും അതൊരു പ്രശ്നമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ പ്രിപ്പയർ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയൊന്നും അവർക്ക് മുന്നേ ചെയ്യേണ്ടി വന്നിട്ടില്ല. മുന്നത്തെ തലമുറയിലുള്ള ആളുകളുടെ അടുത്തൊക്കെ ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും പോയി സംസാരിക്കുമ്പോൾ 10-40 വർഷങ്ങളായിട്ടൊക്കെ ആ കടപ്പുറത്ത് തന്നെ താമസിച്ചിരുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അപ്പച്ചമാരും അമ്മച്ചിമാരും ഒക്കെ പറയുന്നത് പണ്ട് 7-8 വരെ തെങ്ങ് കടന്നിട്ടായിരുന്നു അങ്ങായിരുന്നു കടല്. ഇപ്പോൾ അവരുടെ വീടിന്റെ മതിലിന്റെ തൊട്ടപ്പുറത്താണ് കടൽ. അവരെ സംബന്ധിച്ച് ഇതാണ് ഞങ്ങളുടെ സ്ഥലം, ഞാൻ ജനിച്ച് വളർന്ന് ജീവിച്ചു വരുന്ന സ്ഥലം ഇതാണ്. അവർക്ക് കടലിനെ പേടിയല്ല ഉള്ളത്. അവർക്ക് മേ ബി ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നല്ലോ എന്ന് കരുതിയിട്ട് ഒരു വിഷമം മാത്രമേ വരുന്നുള്ളൂ. അപ്പോഴും അവർക്ക് ആ സ്ഥലം ഇവിടുന്ന് മാറിപ്പോണം എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ അറ്റാച്ച്മെന്റ് ആണ് വളരെ മേളിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്സിനെ പറ്റിയാണ്. അപ്പോൾ ഈ ബോധവൽക്കരണം നടത്തുന്ന സമയത്ത് ക്ലൈമറ്റ് റെസീലിയൻസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെയുള്ള ഒരു റെസീലിയൻസ് എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റീസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? എന്തായിരുന്നു അതിന്റെ ചാലഞ്ചസ്? കൃത്യമായിട്ട് അവരുടെ അടുത്ത് റെസീലിയൻസ് ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് റെസീലിയൻസ് ബിൽഡ് ചെയ്യണം എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനാദ്യം ബേസിക് ആയിട്ടുള്ള ക്ലൈമറ്റ് സയൻസ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അത് ഒരിക്കലും നമുക്ക് അവർക്കൊരു ധാരണ ഇല്ലാത്ത ഒരു പുതിയ കാര്യം നമ്മൾ അവതരിപ്പിക്കുന്ന പോലെ അല്ല നമ്മുടെ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്തത്. അതാണ് നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്സിനകത്തൊരു വലിയ പോസിറ്റീവ് സാധനമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്തൊരു കാര്യം. അതായത് പല സമയത്ത് നിങ്ങൾക്ക് ഇത് അറിയില്ല,
ഞങ്ങൾക്ക് ഇത് അറിയുള്ളൂ എന്ന് പറഞ്ഞ ഒരാൾ വരുന്നതിനെക്കാളും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്ന പോലെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഇതൊരു ഡിസ്കഷൻ മോഡിലാണ് പല സമയത്ത് നമ്മുടെ ഇന്റർവെൻഷൻ കാര്യങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ ബേസിക് ക്ലൈമറ്റ് സയൻസ് ഉണ്ടല്ലോ, അതായത് എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി സംസാരിക്കുന്നു, അത് ഒരു കടലോര പ്രദേശത്തെയാണ് ആദ്യം ഏറ്റവും മോശമായിട്ട് ബാധിക്കുന്നത്, അത് എന്തുകൊണ്ട്, എങ്ങനെയൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പദ്ധതികളും കാര്യങ്ങളും എന്തൊക്കെയാണ്, നമുക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാം. അതോടൊപ്പം എല്ലാ സമയത്തും നമ്മൾ ആരോടത്തൊക്കെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഒരാൾ വിചാരിച്ച കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ഹാബിറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും എൻവയോൺമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഒരാൾ മാറിയതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളും ഞാൻ ഒരാൾ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാനാ മോളെ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചു വരുന്ന ചോദ്യം. ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആദ്യത്തെ എയിം. അതോടൊപ്പം തന്നെ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എപ്പോഴും ഒരു സയന്റിഫിക് ജാർഗൻസ് ഒന്നും നമ്മൾ കൂടുതൽ ഉപയോഗിക്കാതെ വളരെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാസ്റ്റിക് നമ്മൾ വളരെ അധികം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം എൻ്റെ ഡെയിലി റൂട്ടീനിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്താൽ പോലും അതൊരു വലിയ ഇമ്പാക്ട് തരുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ എയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് ആദ്യം പോയത്. ഇപ്പോൾ റെസീലിയൻസ് എന്നൊക്കെ പറഞ്ഞ് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ആദ്യം ഇൻഡിവിജ്വൽ ചേഞ്ചിന് അവരെ തയ്യാറെടുപ്പിക്കുക, അല്ലെങ്കിൽ അതിന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിനകത്ത് ചലഞ്ചായിട്ട് എനിക്ക് ഫേസ് ചെയ്തത് ഇവരുടെ അവൈലബിലിറ്റി എപ്പോഴും എനിക്കൊരു ചലഞ്ചായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊരു ഫുൾ ടൈം ഇതിന് വേണ്ടി നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അവരുടെ സമയത്തിന് സൗകര്യത്തിനനുസരിച്ച് പോയി കാര്യങ്ങൾ ചെയ്യാൻ ആയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പൊ ചില ദിവസങ്ങളിൽ അവർ അവൈലബിൾ ആയിട്ടുള്ളത് വളരെ രാവിലെകളിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വൈകുന്നേരങ്ങളിലായിരിക്കാം. അപ്പോൾ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസും പോലുള്ള കാര്യങ്ങൾ കൊല്ലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ തങ്കശ്ശേരി ഭാഗത്തൊക്കെ ഉള്ള ലൈബ്രറികൾ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ നമുക്ക് ഡിസ്കഷൻസ് നടത്താൻ പറ്റിയിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ള യുവാക്കൾ ഇതോടൊപ്പം ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറെ ഡിസ്കഷൻസിൽ നിന്നാണ് അവർക്കിത് അവരുടെ പരിപാടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോ വേറെ ആരോ വന്ന് ചെയ്യുന്നതല്ല, ഇത് നമ്മുടെ ഒരു പരിപാടിയാണെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പലതും നമുക്ക് അറിയാതെ ഇത് നമുക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു ബോധ്യം അവർക്ക് വരും. അതാണ് ഞാൻ ശരിക്കും ഫോക്കസ് ചെയ്തത്. നമ്മൾ കൂടുതൽ മെസ്സേജ് ആളുകളിലോട്ട് എത്തിക്കുന്നതിനേക്കാൾ ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യുക, ബിഹേവിയർ ചേഞ്ച് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സീഡ് അവരുടെ മനസ്സിൽ തുടങ്ങി വെക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ റിസർച്ച് ഇന്റർവെൻഷൻ കൊണ്ട് ഞാൻ. കാരണം അത് വളരെ ചുരുങ്ങിയൊരു സമയമായതുകൊണ്ട് എനിക്കിപ്പോൾ എൻറ്റയർ അവരെ ഒരു റെസിലിയൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റിയെടുക്കാനൊന്നും ഒരു 3 മാസത്തെ പരിപാടി കൊണ്ട് നമുക്ക് കഴിയില്ല. പക്ഷേ ഈ രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഇൻ എ ലോങ് റൺ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോഴാണ് ഒരു പക്ഷേ ആർട്സ് നമുക്കിതിലേക്ക് ഫ്യൂസ് ചെയ്യാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ? ഏതൊക്കെ ആർട്ട് ഫോംസ് ആണ് ഇതിനു വേണ്ടി ചൂസ് ചെയ്തത്? എന്തിനാണ് ആ ആർട്ട് ഫോംസ് ചൂസ് ചെയ്തത്? ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോയുടെ പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കണമെന്ന്, ഒരിക്കലും ഇതൊരു സയന്റിഫിക് ലെക്ചർ കേട്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് മാറരുതെന്ന് ഉള്ളൊരു ആഗ്രഹവും തീരുമാനവും ഞാൻ ആദ്യമേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലോക്കൽ ആക്ഷൻ ടീമിലെ കുട്ടികൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഈ പരിപാടി നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ഫോക്കസ് ചെയ്ത് വരുന്നത് നമ്മുടെ ലോക്കൽ ആക്ഷൻ ടീമിന് കൊടുത്തിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്. അവരവരുടെ കമ്മ്യൂണിറ്റികളിൽ അവർ തന്നെ കണ്ടെത്തിയ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ കൃത്യമായ ആളുകളിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് ലോക്കൽ ആക്ഷൻ ടീമിന് കൊടുത്തൊരു ടാസ്ക് ആയിരുന്നു അത്. അവർക്കൊരു ഇൻഡിവിജ്വൽ ടാസ്ക്, ഒരു ഗ്രൂപ്പ് ടാസ്ക്, പിന്നെ കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങിയിട്ടുള്ളൊരു ടാസ്കും വേണമെന്ന് പറഞ്ഞിരുന്നു. ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത് പോകെ അങ്ങോട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് തന്നെ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമുക്ക് ക്ലിക്കായ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അതിനകത്ത് ആർട്ട് എലിമെന്റ്സ് ഉൾപ്പെടുത്താം എന്നുള്ളത് ഡിസ്കഷനിൽ തന്നെ വന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ എന്ത് ആർട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനകത്ത് കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ വന്ന ഒരു നിർദ്ദേശമായിരുന്നു നമുക്ക് പാവക്കൂത്ത് ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ പാവക്കൂത്തിന് വേണ്ടിയിട്ടുള്ള പാവകളെ നമ്മൾ അപ്സൈക്കിൾ ചെയ്ത്, അതായത് വീട്ടിലെ പ്രോഡക്ട്സുകൾ, വീട്ടിൽ നമ്മൾ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന പല കാര്യങ്ങൾ വരില്ലേ, പഴയ തുണികൾ, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ഇതിനകത്തു നിന്നൊക്കെ തന്നെ അപ്സൈക്കിൾ ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ പാവകളെ ഉണ്ടാക്കുന്നത്. ആ പാവകൾ ഉപയോഗിച്ച് തന്നെ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി. നമ്മുടെ സ്ക്രിപ്റ്റ് ശരിക്കും നാട്ടിലെ ഒരു രാജാവ്, ആ രാജാവിന് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യണം തോന്നി. അപ്പൊ പുള്ളി ഒരുപാട് ഫാക്ടറികൾ നിർമ്മിക്കാൻ തുടങ്ങി. ഫാക്ടറികൾ നിർമ്മിക്കാൻ
പരിപാലിക്കേണ്ട ഭാഗമായിട്ട് തന്നെ ഒരുപാട് പരിസ്ഥിതി ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പുള്ളിയുടെ കംഫർട്ടിനെ പറ്റി മാത്രമായിരുന്നു അന്ന് ചിന്തിച്ചിരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ അനന്തര ഫലങ്ങൾ നമ്മളെ മോശമായിട്ട് ബാധിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ആ പ്രദേശത്തെ തന്നെ 2 കൊച്ചുകുട്ടികൾ രാജാവിനെ സമീപിച്ച് രാജാവിനോട് കാര്യങ്ങൾ സംസാരിച്ച് രാജാവിന്റെ മനസ്സിലൊരു മാറ്റം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പാവകളിയുടെ തീം. ഈ തീമിനകത്ത് വന്നതുകൊണ്ട് തന്നെ അത് ആളുകളിലോട്ട് ഒരുപാട് എന്താണ് പറയുന്നത്, കുട്ടികളായാലും മുതിർന്നവരായാലും ഒരേപോലെ ഒരുപാട് നാളായല്ലോ ആളുകൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങൾ കണ്ടിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്തരത്തിലാണ് വന്നത്. പിന്നെ നമ്മൾ തുള്ളൽ കലാരൂപം നമുക്കറിയാം, പണ്ട് തൊട്ട് തന്നെ കുഞ്ചൻ നമ്പ്യാർ എപ്പോഴും വളരെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് അദ്ദേഹത്തിന്റെ തുള്ളലിലൂടെ അവതരിപ്പിക്കാം. അപ്പൊ അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഒരു കാലിക പ്രസക്തിയുള്ള കാര്യമായതുകൊണ്ട് തന്നെ അതിന് നമ്മൾ തുള്ളൽ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡ്രാമ, നിഴൽപ്പാവക്കൂത്ത്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ വലിയ വലിയ പെയിന്റിങ്സ്, അത് തന്നെ നമ്മൾ പല കാര്യങ്ങളും നാച്ചുറൽ ഡൈസ് ഒക്കെ വെച്ചിട്ടൊക്കെ തന്നെ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിനകത്തും ഒരു ആർട്ടിസ്റ്റിക് എലിമെന്റ് അതോട് ചേർന്നിട്ട് നമ്മൾ അതിന്റെ ബാക്കിലുള്ള മെസ്സേജും കാര്യങ്ങളും കൺവേ ചെയ്യാനായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. കുട്ടികളുമായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവർക്ക് തുടങ്ങാൻ പറ്റുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് അതിനോട് റെസീലിയൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്? മൈക്രോ ഹാബിറ്റ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് അവർക്ക് എന്താണ് തുടങ്ങാൻ പറ്റുക? നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന റിസോഴ്സസിനെ പാഴാക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഹാബിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെപ്പോഴും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പറയും വെള്ളം പാഴാക്കരുത്, വൈദ്യുതി പാഴാക്കരുത്. അതൊക്കെ എപ്പോഴും നമ്മളൊരു ക്ലീശേ, അത് ആരോ എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ ഓരോ കാര്യം, ഒരു 5 മിനിറ്റ് നേരത്തെ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുന്നതും അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നേരം കുറച്ച് നമ്മൾ ഷവർ യൂസ് ചെയ്യുന്നതും ഒക്കെയും നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ പറഞ്ഞ പോലെ ആളുകളുടെ ഉള്ളിൽ ആ ഒരു വിശ്വാസം വരണം എന്നുള്ളതാണ്. അതായത് ഞാനൊരു ചെറിയ മാറ്റം എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയാൽ പോലും അതൊരു വലിയ ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് ആളുകളിലോട്ട് കൺവേ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറയാറുണ്ട്. അത് ജസ്റ്റ് പറയുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മളൊരു വീട്ടിൽ ചിലപ്പോൾ മീൻ വാങ്ങിക്കുന്ന വീടായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലായിരിക്കും ചിലപ്പോൾ വാങ്ങുക. അപ്പോൾ ഇന്ന് ഞാനൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുപോയി, ആ കവർ പിന്നെ നമ്മൾ റീയൂസ് ചെയ്യണം എന്നില്ല. പകരം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം പുതിയതെടുക്കും. ഒരു സ്റ്റീൽ പാത്രം നമ്മളവിടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 20 ദിവസം മീൻ ഒക്കെ വാങ്ങിക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു മാസത്തിലെ 20 പ്ലാസ്റ്റിക് കവർ 5 വർഷത്തേക്കോളം നമ്മളവിടെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഒരു ബിഗ് നമ്പറായി. അങ്ങനെ ഒരു ചെറിയ മാറ്റം, അതായത് ഒരു സ്റ്റീൽ പാത്രം നമ്മൾ ഡെയിലി മീൻ വാങ്ങിക്കാൻ വെക്കുന്നു എന്നുള്ള ഒറ്റ ഒരു ഹാബിറ്റ് ഒരു വീട്ടിൽ നിന്ന് തന്നെ എത്രത്തോളം വേസ്റ്റ് ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ 100 വീട്ടിൽ നിന്നാകുമ്പോൾ 1000 വീട്ടിൽ നിന്നാകുമ്പോൾ കൊണ്ടുവരുന്ന ഒരു മാറ്റം വലുതാണ്. അതുപോലെ തന്നെ ഡൂവബിൾ കാര്യങ്ങളാണ് നമ്മൾ ആൾക്കാരോട്ട് കൺവേ ചെയ്യുന്നത്. ഒരു മാറ്റം പോലും വലിയ വ്യത്യാസം കൊണ്ടുവരും. ഇപ്പം നമ്മളൊരു 5, 6, 10 ഹാബിറ്റ്സ് അല്ലെങ്കിൽ നാളെ രാവിലെ തൊട്ട് ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കുക ഒന്നും വേണ്ട. ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് ശരിക്കും പൊരുതുമ്പോൾ ഒരു 100 ആളുകൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതല്ല നമുക്ക് സസ്റ്റൈനബിലിറ്റിക്ക് ചെയ്യുന്നത്. ഒരു 1000 ആൾക്കാർ ഇംപെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇംപെർഫെക്റ്റ് ആയിട്ട് കുറച്ച് സസ്റ്റൈനബിൾ ഹാബിറ്റ്സ് ചെയ്താൽ പോലും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഫീൽഡ് വർക്കിന് ശേഷം കേരളത്തിന്റെ തീരദേശ ഭാവിയെ കുറിച്ച് എന്താണ് പ്രതീക്ഷകൾ? എനിക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. ഞാനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പല സമയത്തും ഇതിപ്പോ ഇല്ല, നമുക്ക് അങ്ങോട്ടൊരു നല്ലൊരു ഭാവി ഇല്ല എന്ന് വിശ്വസിക്കാൻ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നില്ല. തീരദേശ പ്രദേശത്ത് കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് മാത്രമല്ല ഗ്രാസ് റൂട്ട് ലെവലിൽ അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നുള്ള കുറെ കൺഫ്യൂഷൻസും അതൊക്കെ മാറി നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് വളരെ എഫിഷ്യൻസി ഉള്ള ആളുകളും ഉണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാൻ തരത്തിൽ മനസ്സുള്ള ആളുകളാണ് കമ്മ്യൂണിറ്റിയിലുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നമുക്കൊന്ന് പ്രോപ്പറാക്കി, ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോപ്പറാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു മാറ്റം വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു ശ്രീചന്ദന. ശ്രീചന്ദനയുടെ ആക്ഷൻ ഫോർ ദ ക്ലൈമറ്റ് ടുമോറോ ഇനിഷ്യേറ്റീവ് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തട്ടെ. അതിലൂടെ ഒരുപാട് ജനങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. യുവ ഗവേഷകയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോ എന്ന സംഘടനയുടെ സ്ഥാപകയായ ശ്രീചന്ദ്രയുമായി അലോക് രാജ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. നമസ്കാരം. നിർവഹണം മൃദുൽ ജേക്കബ്. നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം.